Hello friends, today we are going to discuss about the topic Sharpe Single Index Model. Single Index Model, also known as Sharpe Index Model, was developed by William Sharpe. In 1952, Harry Markowitz published a portfolio selection model that maximized a portfolio's return for a given level of risk. So Single Index Model is also known as Sharpe Index Model. It was developed in 1952 by William Sharpe. Harry Markowitz, it was published a portfolio selection model which maximized a portfolio's return for a given level of risk. Sharpe Index model is an improvement over Markowitz model. He simplified the Markowitz model by establishing a relationship of each security with market index. The major assumption of Sharpe single index model is that all the covariation of security returns can be explained by a single factor. So Sharpe Index model എന്ന് പറയുന്നത് മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇതിൽ മാർക്കോവിറ്റ്സ് സിംപ്ലിഫൈ ചെയ്ത് ഈ മോഡലിനൊരു മാർക്കോവിറ്റ്സ് മോഡൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് ഓരോ സെക്യൂരിറ്റിയും അത് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് ഈ ഷാർപ്പ് ഇൻഡെക്സ് മോഡലിൽ വില്യം ഷാർപ്പ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മേജർ അസംഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിട്ടേണിൻ്റെ എല്ലാ കോവാരിയേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിൽ ഡൈവേഴ്സിഫിക്കേഷനാണ് വരുന്നത്. ഒരെണ്ണത്തിൽ ഒരു സെക്യൂരിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പലതിലുമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനാണ് മേജർ ആയിട്ടുള്ള മാർക്കോവിറ്റ്സിലെ അസംഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോവാരിയേഷൻ ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദിസ് ഫാക്ടർ ഈസ് കോൾഡ് ദി ഇൻഡെക്സ്, ഹെൻസ് ദി നെയിം സിംഗിൾ ഇൻഡെക്സ് മോഡൽ. To simplify analysis, the single index model assumes that there is only a single factor that causes systematic risk affecting all stock returns. ഇവിടെ പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഒരു സിംഗിൾ ഫാക്ടർ മാത്രമാണെന്നുള്ളതാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. ദിസ് ഫാക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ദി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ എ മാർക്കറ്റ് ഇൻഡെക്സ്. ഈ ഫാക്ടറിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമുക്കതിനെ represent here. In Sharpe model, the return of a security or portfolio is a linear function of the market return, and this is represented by market indexes. All stocks are affected by movement in the stock market. When market moves up, the price of almost shares increases, and when market goes down, the prices of shares come down. ഇവിടെ ഒരു ലീനിയർ ഫംഗ്ഷനാണ് മാർക്കറ്റ് റിട്ടേൺ ആയിട്ട് അതുപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇൻഡെക്സസ് ആണ്. ഈ ഒരു അസംഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മൂവ് ടുഗദർ അലോങ് വിത്ത് ദി കോമൺ മൂവ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും സ്റ്റോക്ക് മൂവ് ചെയ്യാനാണ് ഈ ഒരു മോഡലിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വെൻ ദി മാർക്കറ്റ് മൂവ്സ് അപ്പ് ദി പ്രൈസ് ഓഫ് ഓൾമോസ്റ്റ് ഷെയർസ് ഇൻക്രീസസ്, ആൻഡ് മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് കുറച്ചൊന്ന് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർസിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും. മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഷെയർസിൻ്റെ പ്രൈസ് കുറയും. സോ വേറൊരു ഫാക്ടേഴ്സും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഇവിടെ കോവാരിയേഷൻ ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ മാർക്കോവിറ്റ്സ് മോഡൽ. Then the index model is based on the following. Most stocks have a positive covariance because they all respond similarly to market factor. As we already said that stock move together along with the common movement of markets. So stocks have a positive covariance because they all respond similarly to market factors. Market factors അനുസരിച്ചാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. Then however, some firms are more sensitive to these factors than others, and this firm's specific variance is typically denoted by its beta, which measures its variance compared to the market for one or more economic factors. So some firms are more sensitive, and the firm specific variance it is denoted by its beta, which means it measures the variance compared to the market for one or more economic factors. Then the third base is covariances among securities result from offering responses to macroeconomic factors. Hence the covariance of each stock can be found by multiplying their betas and the market variance. This co-movement of stock with market index can be studied in the form of a linear regression where return on the individual security taken a dependent variable and return on the market index can be taken as an independent variable. So measurement security return under single index model. The expected return of an individual security is calculated. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഒരു സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ദാറ്റ് ഈസ് റിട്ടേൺ ഓഫ് ആർ പി ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് beta plus rm, beta into rm, that is the equation for that.
The next one is measurement of security risk under single index model. Single index model എങ്ങനെയാണ് നമുക്ക് security measure ചെയ്യാന്നുള്ളത്. In single index model, risk is measured with variance. Here the risk is measured with the variance. Total risk of a security consists of both systematic and unsystematic risk. Systematic risk cannot be diversified and hence cannot be reduced. On the other hand, the specific risk is unsystematic and can be reduced to diversification. ഇവിടെ റിസ്കിനെ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേരിയൻസ് വെച്ചിട്ടാണ്. ഇവിടെ റിസ്ക് എന്ന് പറയുമ്പോൾ ബോത്ത് സിസ്റ്റമാറ്റിക് ഉണ്ട് അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് ഉണ്ട്. നമുക്കറിയാം സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റില്ല. ബട്ട് സ്പെസിഫിക് റിസ്ക് ഈസ് അൺസിസ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് സെക്യൂരിറ്റി റിസ്ക് അണ്ടർ single index model. Then portfolio risk. The risk of portfolio is measured on just the variance of the portfolio returns. The risk of portfolio is simply weighted average of market related risk of individual securities plus weighted average of specific risk of individual securities in the portfolio. So that is portfolio risk. And the next one is multi-index model. Single index model is based on the assumption that stock move together along with the common movement of market. As we already said that സിംഗിൾ ഇൻഡെക്സ് മോഡലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തൊക്കെ കോമൺ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും അതനുസരിച്ചായിരിക്കും സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ് ആ മോഡലിൻ്റെ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. But in reality, there are certain other factors such as inflation, economic growth, interest rate, etc. affecting security return. Multi-index model considers these extra factors that cause securities to move together. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിയാലിറ്റിയിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മറ്റു ചില ഫാക്ടേഴ്സും ഉണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവും. ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാം സെക്യൂരിറ്റി റിട്ടേണിനെ എഫക്റ്റ് ചെയ്യാം. സോ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആ മൂവ്മെൻറ്റിനനുസരിച്ച് മാത്രമേ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് മറ്റ് ഫാക്ടേഴ്സും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ മൾട്ടി ഇൻഡെക്സ് മോഡൽ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെയാണ് വിച്ച് കോസസ് സെക്യൂരിറ്റീസ് ടു മൂവ് ടുഗദർ. That causes security to move together. Therefore, multi-index model widens the scope of single index model by including these additional factors as independent variables. So multi-index model എന്ന് പറയുന്നത് സിംഗിൾ ഇൻഡെക്സ് മോഡലിൻ്റെ ഒരു സ്കോപ്പ് വൈഡൻ ചെയ്യാണ് ഈ അഡീഷണൽ ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്. സോ സിംഗിൾ ഇൻഡെക്സ് മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് അനുസരിച്ച് മാത്രമേ സ്റ്റോക്ക് മൂവ് ചെയ്തുള്ളൂ എന്നാണ്. പക്ഷേ മൾട്ടി ഇൻഡെക്സ് മോഡൽ പറയുന്നത് അത് മാത്രമല്ല, അത് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ മൾട്ടി ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നതാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിൻ്റെ സ്കോപ്പ് വൈഡൻ ചെയ്യാണ് ഈ ഒരു അഡീഷണൽ ഫാക്ടേഴ്സ് അതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആക്കിയിട്ട്. സോ ഇക്വേഷൻസ് ഉണ്ട് RI ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് BM RM പ്ലസ് ബീറ്റ 1 പ്ലസ് RI പ്ലസ് ബീറ്റ 2 പ്ലസ് R2 പ്ലസ് ബീറ്റ 3 ഇൻറ്റു R3 പ്ലസ് EI. So according to this model, return of individual security is a function of the following 4 factors: general market return minus RM, 3 extra market factors minus R1, R2 and R3. Return and risk of individual securities as well as portfolio return and variance can be calculated in the same pattern used in the case of single index model. But beta coefficient, alpha and residual term also have the same meaning used in the single index model. So that is the multi-index model here. Single index model is based on assumption that stock move together along with this common movement of market, but in reality there are certain other factors as inflation, economic growth, interest rate affecting securities market. So multi-index model considers these factors that causes securities to move together. So this is multi-index model. So first is Sharpe single index model. It is a improvement version of the Markowitz model, and here it is the assumption of the single index model is that covariation of security return can be explained by a single factor. Then the index model is based on the following: stock have a positive covariance ആയിരിക്കും, ചില ഫോം സെൻസിറ്റീവ് ആയിരിക്കും ഈ ഫാക്ടേഴ്സ് അല്ലാതെ മറ്റു ചിലത് ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റയിലായിരിക്കും. Then measurement of security risk under single index model, then portfolio risk and the multi index model. So thank you.